ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പാനിഷ് ഡിലൈറ്റ് പുഡിംഗ് രീതിയിൽ കേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷനൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പുഡിങ്ങിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ കേക്ക് ആയും ചെയ്തു എന്നാൽ പുഡിങ് ആയും ചെയ്തു, ആ രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പാനിഷ് ഡിലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഇതിൽ കൊടുത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് 1 kg മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ അത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ മോൾഡിൽ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലാണ് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രാലൈൻ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് നട്ട്സ് എടുത്തിട്ട് ആദ്യം ഒന്ന് ഒരു പാത്രത്തിൽ പാനിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഇത് ഉണ്ടാക്കിയെടുക്കണം, കാരമൽ ചെയ്തെടുക്കണം, പഞ്ചസാര. അപ്പോൾ ഇത് അവിടെ നിന്ന് മാറ്റി വെക്കുക. അത് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കുറച്ചൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അല്ലേ നട്ട്സ് എടുത്തത്, അപ്പോൾ 1/4 കപ്പ് തന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ചേർത്തിട്ട് മെൽട്ടാക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് അതിലേക്ക് ഇട്ടിട്ട് പ്രാലൈന് റെഡിയാക്കി എടുക്കുക. എന്നിട്ടൊരു ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തണുത്ത ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും മതി. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ, ഇത് ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിനെ ഞാൻ 2ആയിട്ട് ലെയറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതിൽ വെച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് സൈഡിലേക്കും വെക്കാം. അപ്പോൾ ഈ ഒരു 1 kg ബേസ് ഉണ്ടല്ലോ, അത് ഈ ഒരു മോൾഡിലേക്ക് കറക്റ്റാണ്. അവിടെ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി പോർഷൻ ഇതുപോലെ 2 കട്ട് പീസായിട്ട് ഈ ഒരു സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിലേക്ക് ബൂസ്റ്റ് പൗഡറും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് 1 kg വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക്, എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. സാധാ രീതിയിലുള്ള കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 3-4 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബൂസ്റ്റ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റിന് എന്നറിയാലോ. അപ്പോൾ അങ്ങനെ 3-4 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡർ കൂടെ എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും നല്ല നീറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയണം മാക്സിമം നീറ്റാക്കി എടുക്കുക. അപ്പോൾ അതാ ഞാനിവിടെ ക്രീം എല്ലാം സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി കൂടുതൽ ഡെക്കറേഷൻ്റെ മുന്നേ ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പീസസ് ആണ് വേണ്ടത് ആ രീതിയിലൊന്ന് കട്ട് ചെയ്ത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ വിലങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞു പീസായിട്ടാട്ടോ ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ പുഡിങ്ങൊക്കെ കട്ട് ചെയ്യില്ലേ ആ രീതിയിൽ. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കാം. ഓരോ തവണ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കത്തി ഒന്ന് തുടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പ്രാലൈൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ക്രം കോട്ടിങ് ചെയ്യുന്ന പോലെ ആദ്യം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതൊന്നിങ്ങനെ ചുമ്മാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്താലും ഭംഗിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ട് നോക്കിയിട്ടില്ല. എല്ലാ കേക്കും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ അതിന് മുന്നേ വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് പാർട്ടികളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കുമല്ലോ. പുഡിങ്ങിന് പകരം സെർവ് ചെയ്യാനും പറ്റും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്